സ്വന്തം ഭാര്യയെ തൊട്ടാൽ ഒളു മുറിയുമോ? അതാണ് ചോദ്യം. സ്വന്തമല്ല, മറ്റൊരുത്തൻ്റെ ഭാര്യയെ തൊട്ടാലും ഒരുത്തിയുടെ ഭർത്താവിനെ തൊട്ടാലും ഒളു മുറിയല. പക്ഷെ തൊടാൻ പാടില്ല എന്നുള്ള വേറെ നിയമമുണ്ട്. ഭയങ്കര ഹറാമാണത്. അതിന് ഭയങ്കര കുറ്റമാണത്. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വിഷയം സൂറത്ത് നിസായിൻ്റെ 43-ാമത്തെ ആയത്തിലല്ലേ പറഞ്ഞ ഔലാമസ്തുമൻ നിസ. ഇതേപോലെ തന്നെ മറ്റൊരു പ്രയോഗം സൂറത്ത് മായിദയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ഇതേ പ്രയോഗം നടത്തിയിട്ടുണ്ട്. അത് രണ്ടിൻ്റെ അർത്ഥം എന്താ? വുളു മുറിയും എന്ന് പറയുന്ന ന്യായോ ലാമസ എന്നതിൻ്റെ അർത്ഥം സ്പർശനമാണ്. അപ്പോൾ സ്പർശിച്ച് കഴിഞ്ഞാൽ വെള്ളം കിട്ടിയിട്ടില്ല, തയമ്മം ചെയ്യണമെന്നാണ് പറഞ്ഞത്. വുളു എടുക്കണം, വെള്ളം കിട്ടിയിട്ടില്ല, തയമ്മം ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ സ്പർശനം എന്നാണോ അർത്ഥം? അല്ല എന്നാരാ പറഞ്ഞത്? മുജാഹിദ് പണ്ഡിതന്മാർ പറഞ്ഞല്ല. അല്ല എന്ന് പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേട്ട് മനസ്സിലാക്കി, റസൂലുള്ളാഹിയിൽ നിന്ന് മനസ്സിലാക്കിയ ആളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. നമുക്ക് ഖുർആൻ നേരിട്ട് അർത്ഥം പറയാനൊന്നും പാടില്ലല്ലോ. തഫ്സീർ എങ്ങനെയാണ് അതുപോലല്ലേ അത് നമ്മൾ അർത്ഥം മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊന്ന്, ഇതേ പ്രയോഗം തന്നെ മറ്റ് രണ്ട് സ്ഥലത്തും ഖുർആൻ ഉപയോഗിച്ചത് കാണാം. സൂറത്ത് ബഖറയുടെ 236, 237 ആയത്തിൽ. അത് മഹറുമായി ബന്ധപ്പെട്ട, നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ സംസർഗത്തിൽ ഏർപ്പെടുന്നതിൻ്റെ മുമ്പ് നിശ്ചിത മഹറിൻ്റെ ഓഹരി കണക്കാക്കുന്നതിന് മുമ്പ് നിങ്ങൾ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ മഹർ കൊടുക്കേണ്ടതില്ല. ഇനി സ്പർശം നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ തൊട്ടിട്ടില്ല എന്നല്ല, സംസർഗത്തിൽ ഏർപ്പെട്ടിട്ടില്ല, പക്ഷെ നിശ്ചയിച്ചിട്ടുണ്ട് മഹർ ഇത്രയെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, എന്നാൽ പകുതി കൊടുക്കണം എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ രണ്ട് ആയത്തിൽ ഇതേ ലമസ് എന്ന് പറഞ്ഞ ആ വാക്ക് സ്പർശനമല്ല ഉദ്ദേശിക്കുന്നത്, അവിടെ ജിമ ആണ്, സംസർഗമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് പിൻബലം നമുക്കത് കിട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ ചുംബിച്ചിട്ടുണ്ട്, എന്നിട്ട് ഒളു എടുക്കാൻ നിസ്കരിച്ചിട്ടുണ്ട്. ഉറവ പറയുന്നുണ്ട്, ഇത് തുബിരിയാണ്, ഞാൻ നിങ്ങൾക്ക് തഫ്സീറായിട്ട് കൊണ്ടുവന്നത് തുബിരിയാണ്. ഈ തുബിരിയിലുള്ള കാര്യങ്ങളാണ്, ഞാൻ സമയം ഇല്ലാത്തത് കൊണ്ട് ചുരുക്കി അങ്ങോട്ട് പറയാം. ഉറവനോട് നബി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി ചില ഭാര്യമാരെ ചുംബിച്ചിട്ട് എന്ത് ചെയ്യൂ? ഒളു എടുക്കാൻ നിസ്കരിക്കും. അപ്പോൾ ഉറവ ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ അത്? അപ്പോൾ എന്ത് പറഞ്ഞു? ചിരിച്ചു കൊണ്ട് മൗനമായി അത് അംഗീകരിക്കുക, ഞാൻ തന്നെയാണ് ഒളു എടുക്കാതെ നിസ്കരിച്ചു. ക്ലിയർ ആണല്ലോ സംഭവം. അപ്പോൾ പിന്നെ മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യും? കാലിങ്ങനെ നീട്ടി വെക്കും. കാല് നീട്ടി വെച്ചിട്ട് റസൂൽ അങ്ങോട്ട് കൈ കൊണ്ട് അങ്ങോട്ട് നീക്കി വെക്കും, എന്നിട്ട് സുജൂദ് ചെയ്യും. അപ്പോൾ നമ്മൾ ധാരാളം കേട്ടതാണിത്, കൃത്യമാണല്ലോ. അപ്പം ഭാര്യമാരെ തൊട്ടാൽ ഒളു മുറിയല, അന്യ സ്ത്രീകളെ തൊട്ടാൽ ഒളു മുറിയല, അന്യ പെണ്ണുങ്ങളെ തൊട്ടാൽ അന്യ ആണുങ്ങളെ തൊട്ടാൽ ഒളു മുറിയല, പക്ഷെ തൊടാൻ പാടില്ല. അപ്പോൾ നമുക്ക് അറിയാലോ, ഹജ്ജിന് പോകുന്ന ആൾക്കാർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഉംറയ്ക്ക് പോയ ആൾക്കാർക്കല്ലേ, ഞാൻ പോയിട്ടില്ല. അപ്പോൾ എന്താണ് അവിടെ? അതെ, അപ്പോൾ അവിടെ നിന്ന് ഒളു മുറിയണ്ടേ? അതിനെ പറയാം, അത് മദ്ഹബ് മാറിയാൽ മതി, മദ്ഹബ് മാറുക, അങ്ങനെ ഉണ്ട് ഒരു മാറില്ലേ. എന്നാൽ പിന്നെ മദ്ഹബ് മാറുമ്പോൾ ഈ ഹജ്ജ് ഉംറയും ആ മദ്ഹബിൻ്റെ മാനദണ്ഡത്തിൽ നിർവഹിക്കുമോ? അല്ലെ ജസ്റ്റ് എടുത്ത വൊളുവും ആ മദ്ഹബിൻ്റെ രീതിയിലാണോ? അങ്ങനെയാണെങ്കിൽ ആ മദ്ഹബിൽ ചില കാര്യങ്ങളൊക്കെ പറയേണ്ടത്, ചില കാര്യങ്ങൾ ചെയ്താൽ അത് മുറിഞ്ഞു പോകും, അത് ചെയ്താൽ മുറിയുമെന്ന് ഇവർ അംഗീകരിക്കുമോ? ഇല്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കിടന്നെടുത്തുനിന്ന് ഒരു ഉരുളൽ. ഒരാൾ സൈക്കിളിൽ നിന്ന് വീണ് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടു, പിന്നെ 2-3 ഉരുളലായാൽ പോലെ ഞാൻ വീണോന്നല്ല, ഞാനൊന്ന് വെട്ടിച്ചേർത്ത് ഞാനങ്ങ് തുള്ളിക്കളഞ്ഞാറ്, അതുപോലെയുള്ള പരിപാടിയാണത്. അല്ലാണ്ട് കൂടുതലൊന്നുമില്ല. ഹദീസ് കൊണ്ടോ പരിശുദ്ധ ഖുർആൻ കൊണ്ടോ എന്ത് ചെയ്യാൻ കഴിയില്ല, ഭാര്യമാരെ സ്പർശിച്ചാൽ ഒളു മുറിയും എന്ന് തെളിയിക്കാൻ കഴിയില്ല. പക്ഷെ മദ്ഹബിൻ്റെ ഇമാമുകൾക്ക്, അഥവാ ഇമാം ഷാഫി റഹിമഹുമുള്ളക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം ലാമസ എന്നുള്ള പദത്തിന് അദ്ദേഹം സ്പർശനമെന്ന് അദ്ദേഹം അർത്ഥം പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ അഭിപ്രായപ്പെട്ടത്. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലാമസ എന്നതിൻ്റെ അർത്ഥം
ജിമാ എന്നാണ് പറഞ്ഞത്. അതേ ലാമസ ലമസി എന്നുള്ള പദം ജിമാ എന്ന് മറ്റ് 2 സ്ഥലത്തും ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ പിൻബലം മുറിയില്ല എന്നതിനാണ് അത് നമുക്ക് സ്വീകരിക്കാം.